Hi friends, welcome to Shy Superland. സ്റ്റോറീസ് വിത്ത് ഷായു പാർട്ട് 3 വീഡിയോന് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് ഷായു പാർട്ട് 3 വീഡിയോ. ആലിബാബ ആൻഡ് ദ 40 Thieves പാർട്ട് 3. പാർട്ട് 1 പാർട്ട് 2 സ്റ്റോറീസ് ഓർമ്മയുണ്ടാവല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് താഴെ കൊടുക്കാം. പ്ലീസ് വാച്ച് ഔട്ട്. കാസിമിന്റെ സർവൻ മോർഗാനെ കുറിച്ച് പറഞ്ഞ് ഓർമ്മയുണ്ടാവല്ലോ. മോർഗാൻ അവർ ടേലറിനെ കൊണ്ടുവന്നിട്ടാണ് കാസിമിന്റെ ബോഡി തുന്നി വെച്ചത്. ആ ടേലറിന്റെ പേര് ബാബ മുസ്തഫ എന്നാണ്. മുസ്തഫിന്റെ കണ്ണ് കെട്ടിവെച്ചിട്ടാണ് വീട്ടിലോട്ട് കൊണ്ടുപോയത്. ആ രാത്രി തന്നെ മുസ്തഫ കാസിമിന്റെ ബോഡി തുന്നി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ആലിബാബ ശവ സംസ്കാരം നടത്തിയത്. ഇതേ സമയത്ത് കള്ളന്മാർക്ക് മനസ്സിലായി കാസിമിന്റെ ബോഡി നഷ്ടപ്പെട്ടു. അതോടെ കള്ളന്മാർക്ക് മനസ്സിലായി വേറൊരാൾക്കും ഈ ഗുഹയുടെ സീക്രറ്റ് അറിയാം. അതാരാന്ന് കണ്ടുപിടിക്കാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് കള്ളന്മാരിൽ ഒരാൾ ടൗണിലോട്ട് പുറപ്പെട്ടു. അവിടെ വെച്ച് ടേലർ മുസ്തഫിനെ കണ്ടുകൂട്ടി. ആ മുസ്തഫ ആരാന്ന് ഓർമ്മയില്ലേ? കാസിമിന്റെ ബോഡി തുന്നി വെച്ച ആൾ. മുസ്തഫ ഉറക്കെ പറഞ്ഞു, ഞാനൊരു ഡെഡ് ബോഡി വരെ തുന്നി വെച്ച ആളാ. അതുകൊണ്ട് കള്ളന്മാര് വിചാരിച്ചു ആ ബോഡി കാസിമിന്റെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കള്ളൻ മുസ്തഫയോട് ചോദിച്ചു, ഏത് വീട്ടിൽ വെച്ചിട്ടാ ആ ബോഡി തുന്നിയത്? അപ്പൊ ബേബി മുസ്തഫ എന്ത് ചെയ്തു? അവന്റെ കണ്ണ് വീണ്ടും മൂടിക്കെട്ടി. കണ്ണു മൂടിക്കെട്ടിയപ്പോ ആ പണ്ടത്തെ വഴിയിൽ മുഴുവൻ പോവാൻ സാധിച്ചു. അങ്ങനെ ആ മുസ്തഫ ആ വീട് കണ്ടുപിടിച്ചു. അപ്പ ആ കള്ളൻ എന്ത് ചെയ്തു? ആ വീടിന്റെ ഡോറിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്തു. അതെന്തിനാന്നറിയോ? ആ വീട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി. ആ രാത്രി തിരിച്ചു വന്ന് ആ വീട്ടിലുള്ള എല്ലാവരും കൊല്ലുകളയാൻ അവർ തീരുമാനിച്ചു. ഈ കള്ളനെ മോർഗാന കണ്ടു. മോർഗാന ഒരു വിശിഷ്ടമായ സെർവൻ്റാണ്. അതുകൊണ്ട് തന്നെ മോർഗാന കള്ളന്മാരുടെ പ്ലാൻ കൊളാക്കാൻ തീരുമാനിച്ചു. അവൾ എന്ത് ചെയ്തു എന്നറിയാമോ? അടുത്തുള്ള വീട് മുഴുവൻ ഒരുപോലെയാണ്. അവിടുത്തെ ഡോറുകളിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്തു വെച്ചു. അന്ന് രാത്രി 40 കള്ളന്മാർ അവിടെ വന്നു. പക്ഷെ അവർക്ക് വീട് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം എല്ലാ വീടുകളുടെ ഡോറിൽ ഒരു ക്രോസ് മാർക്ക് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വേറൊരു കള്ളൻ ബേബി മുസ്തഫിനെ കാണാൻ വന്നു. ഈ തവണ ആ വീട്ടിന് മുമ്പിൽ ഒരു വലിയ കല്ലാണ് എടുത്തു വെച്ചത്. വീണ്ടും മോർഗാന ആ പ്ലാൻ തകർത്തു. എല്ലാ വീട്ടുകളുടെ മുമ്പിൽ അതുപോലത്തെ ഒരു കല്ലെടുത്ത് വെച്ചു. അതുകൊണ്ട് ഈ തവണയും കള്ളന്മാർക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം വന്ന കള്ളന്മാരുടെ ക്യാപ്റ്റൻ ആയിരുന്നു. അയാൾ ആ വീട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റായി ഓർത്തു വെച്ചു. എന്നിട്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്തു എന്നറിയുമോ? ഒരു വ്യാപാരിയുടെ വേഷം കെട്ടിട്ട് ആലിബാബയുടെ വീട്ടിലോട്ട് വന്നു. അയാൾ ഒരു ഓയിൽ മറിച്ചിട്ടായിട്ടാണ് വന്നത്. എന്നിട്ട് ആലിബാബയോട് ചോദിച്ചു, ഈ ഒരു രാത്രി നിങ്ങളെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുമോ? ഓ, അതിനെന്താ? അലിബാബ സമ്മതിച്ചു. ക്യാപ്റ്റൻ 40 ജാറുകളായിട്ടാണ് വന്നത്. ആ ജാറിലെല്ലാം ഓയിലല്ല ഉണ്ടായിരുന്നത്, കള്ളന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആലിബാബയോട് പറഞ്ഞ ഈ ജാറിലെല്ലാം ഓയിലാണ്. ആലിബാബ അത് വിശ്വസിച്ചു.
ആലിബാബ ഉറങ്ങിക്കഴിയുമ്പോൾ അവനെ കൊല്ലാനായിരുന്നു തീരുമാനം. പക്ഷെ ജാറുകളിലുള്ള കള്ളന്മാരാണ് മോറിയാനയ്ക്ക് മനസ്സായി. അവൾക്ക് കള്ളന്മാരുടെ പ്ലാന് മനസ്സായി. മോറിക്കാനെ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും എൻ്റെ സാറിനെ രക്ഷപ്പെടുത്തണം. ഇനി മോറിക്കാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ആലിബാബ രക്ഷപ്പെടുമോ? കള്ളന്മാർ ശിക്ഷിക്കപ്പെടുവോ? ഇതറിയാനായി പാർട്ട് 4 വീഡിയോന് വെയിറ്റ് ചെയ്യുക. Hope you enjoy the story. Thanks for listening my video. Keep watching stories with Shayu. If you like the content, please like, share, subscribe to Shayu Superland. This is Shayu signing off from Shayu Superland. Bye.